എനിക്കെന്തോന്ന് വിഷമം? കുറെ വിഷമിച്ചപ്പോൾ പ്രത്യേകിച്ച് വിഷമമൊന്നുമില്ല. വിഷ്ണുവിന് തിരക്കാന്ന് വിഷ്ണു പിന്നെ വിളിച്ചാൽ മതി. ഞാൻ കഴിച്ചു. അച്ഛനെന്തുവാ പഴയ പോലെ ദേഷ്യമൊന്നും കാണിക്കുന്നില്ല. എല്ലാരും എത്ര ചോദിച്ചിട്ടും അച്ഛൻ എവിടെ പോയെന്ന് ആരോടും പറയുന്നില്ല. ചെറിയ ദേഷ്യം കാണാണ്ടിരിക്കുവോ? അമ്മൂമ്മയും പ്രത്യേകിച്ച് അടുപ്പൊന്നും കാണിക്കുന്നില്ല. ഞാൻ വിളിക്കാം. ചേട്ടനാ? ചേട്ടന്റെ അടുത്ത് വിഷമങ്ങൾ പങ്കുവെക്കുമായിരുന്നല്ലേ? ഒന്നുമില്ല, അവൻ വിളിച്ചപ്പോ സങ്കടം വന്നപ്പോ കരഞ്ഞു പോയതാ. ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞൊന്നുമില്ല. അച്ഛൻ പഴയ പോലെ ദേഷ്യം കാണിക്കുന്നില്ല എന്നാ ഞാൻ പറഞ്ഞത്. പിന്നെ അമ്മൂമ്മയും അധികം ഇങ്ങോട്ടൊട്ടും അടുക്കുന്നില്ല എന്നും പറഞ്ഞു. എടോ സത്യം പറഞ്ഞ എല്ലാരും പാവങ്ങളാടോ. ഈ കാണിക്കുന്ന ദേഷ്യം ഉണ്ടല്ലോ വെറുതെയാ. പിന്നെ അവർക്ക് ഡൈജസ്റ്റ് ആവാത്ത കാര്യങ്ങളൊക്കെയാണല്ലോ ഇവിടെ നടന്നത്, അതുകൊണ്ടാണേ. അച്ഛനെന്നിട്ട് നീലമ്മ വിളിച്ചില്ലല്ലേ? എവിടെ നിന്ന് വിളിക്കാൻ? ഞാൻ എന്തോരം പറഞ്ഞത് അച്ഛൻ്റെ അടുത്ത് വിളിക്കാൻ. ആര് കേൾക്കാൻ? അമ്മയും വിളിക്കൂല. ഈ ബാലുവച്ചന് ദേഷ്യം വന്നൊരു പ്രത്യേക രീതിയല്ലയോ? ഇതൊക്കെയാ ദേഷ്യോ? ഒന്നും അല്ല, ഇപ്പൊ കുറച്ച് ഒതുങ്ങിയതായിരുന്നു. സത്യം പറഞ്ഞാൽ അച്ഛന് മനസ്സിലൊന്നും ഉണ്ടായിട്ടല്ല ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ. എല്ലാവരുടെ അടുത്തും ഭയങ്കര സ്നേഹമൊക്കെയാ. പക്ഷെ അച്ഛനെ പിണക്കിയ ആനപ്പകയാണ്. നീ ഇവിടെ വന്നിരിക്കുന്നോ? അടുപ്പത്ത് കറിയിരുന്ന് കരിയുന്നു. ഞാനിപ്പോ വന്നേ ഉള്ളൂ. നീ 24 മണിക്കൂർ അവളോട് സംസാരിച്ചോണ്ടിരിക്കുന്ന എന്തിനാ? അവക്കേ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. നിന്റെ കാര്യം അങ്ങനല്ല. അതിന് അമ്മൂമ്മ ഇവിടെ ഉണ്ടല്ലോ, പിന്നെന്താ? ഞാനിവിടെ വീട്ടു ജോലിക്ക് വന്നതല്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അമ്മൂമ്മ അമ്മേനെ അവിടെ ഇട്ടിട്ട് ഞങ്ങളെ നോക്കാനല്ലേ ഇങ്ങോട്ട് വന്നത്. എനിക്ക് ആ കൊച്ചിന്റെ കാര്യം ഓർക്കുമ്പോഴാണ് അത് സമയത്തിനും കാലത്തിനും വല്ലതും കഴിക്കുമെന്നാ എന്റെ വിഷമം. കണ്ടോ വച്ചേ, എടുത്തിയാടി ഓരോന്ന് ചെയ്യുമ്പോഴേ ഓർക്കണം. ഇപ്പൊ നീ കാരണം എത്ര പേരാ ഇവിടെ ബുദ്ധിമുട്ടുന്നത്. ഞാൻ എടുത്തിയാടി ഒന്നും ചെയ്യുന്നില്ല. എനിക്ക് 23 വയസ്സുണ്ട്. 23 വയസ്സായപ്പോ ഇപ്പാട്. അപ്പൊ 43 ആയിരുന്നെങ്കിൽ എന്തു വരുന്നേനെ? അമ്മൂമ്മ ഇങ്ങ് വന്നേ ബാ. അമ്മൂമ്മക്ക് എത്ര വയസ്സുണ്ട്? കണ്ണി കാണുന്നവരോടൊക്കെ ഞാൻ എന്റെ പ്രായം പറയുന്നത് എന്തിനാ? അല്ല, കണ്ടിട്ട് ചെറുപ്പക്കാരികള് തോന്നുന്നു. അത് അധ്വാനിക്കുന്നതിന്റെ ഫലമാണ് അല്ലേ അമ്മൂമ്മ? ഈ തലമുടി ഡൈ ചെയ്താ എന്തുമാത്രം പ്രായം കുറേ? പ്രായം കുറച്ച് കാണിച്ചിട്ട് ഇനി എന്തോ ചെയ്യാനാ? അല്ല, കാണുമ്പോ ഒരു രസമായിരിക്കും. കാണുമ്പോ രസം തോന്നുന്ന പ്രായമൊക്കെ എനിക്കങ്ങ് കഴിഞ്ഞു. ഞാൻ അമ്മൂമ്മോട്ടൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയോ? ഞങ്ങൾ കള്ളം പറയുന്ന കുടുംബക്കാരൊന്നും അല്ല. ഒളിച്ചു വെച്ച് കാര്യങ്ങൾ നടത്തി ഞങ്ങൾക്ക് ശീലമില്ല. അമ്മൂമ്മ അവളെന്താ പറയാൻ വന്നേന്ന് വെച്ചാ പറയട്ടെ. എന്നെ അങ്ങനെ സോപ്പിടാനൊന്നും നോക്കണ്ട. ഏറ്റില്ല, ഒട്ടും ഏറ്റില്ല. ദേ അമ്മ വിളിക്കുന്നു. എന്താ അമ്മ? ആ ജോലിയൊക്കെ നടക്കുന്നു. അച്ഛൻ ദോശ കഴിച്ചു. അമ്മ അച്ഛനെ വിളിച്ചില്ലല്ലോ? വിളിക്കരുത് കേട്ടാ. എന്റെ അമ്മ ഒന്നും വിളിക്കമ്മ അച്ഛനെ. ഹലോ ഹലോ. കട്ടാക്കി. ഇത് കഷ്ടമാണെന്ന് നോക്കണേ. എടോ ഞാൻ ഇപ്പൊ വരാവേ. അച്ഛാ അച്ഛാ, എന്താ അച്ഛൻ അമ്മേനെ ഒന്ന് വിളിച്ചേ. അമ്മേനെ വിളിക്കാൻ. എന്തിന്? അതിന്റെ ആവശ്യം എന്താണ്? അമ്മ ഇപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആരാ? എന്നെ. നിന്നല്ലേ വിളിച്ചത്? അപ്പൊ നീ വിളി. എന്നെ വിളിച്ചില്ലല്ലോ, പിന്നെ ഞാൻ വിളിക്കുന്നത്. അച്ഛൻ ചുമ്മാ കളിക്കരുത് കേട്ടാ. അമ്മ വയ്യാണ്ടാവാനുള്ള കാരണം അച്ഛൻ തന്നെയാ. പിന്നെ അച്ഛൻ ആരോടൊന്നും പറയാണ്ട് പോയില്ലേ, അതാണ് എല്ലാ പ്രശ്നത്തിനും കാരണം. 100% ശരിയാണ്. 100 അല്ല 200% ശരിയാണ്. കൊച്ചാ, നീ കുറെ നേരം കൂടെ എന്നെ കുറ്റപ്പെടുത്തണം കേട്ടാ. കാര്യമൊക്കെ എനിക്കറിയാം. നിന്റെ കുറ്റം മറച്ചു വയ്ക്കാൻ വേണ്ടിയാണ് നീ അടവ് കാണിക്കുന്നത് അറിയാം. നീയും മുടിയനുമാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലോ മൂല കാരണം. നിങ്ങൾ രണ്ടുപേരും കൂടെ ഒത്തു കളിച്ച് തന്നെയാണ് ഈ കല്യാണം നടന്നത്. ആരൊത്തു കളിച്ചാലെന്താ? സംഭവം നടന്നു കിട്ടിയല്ലോ. എടാ, നീ ആ നീലുവിനെ ഒന്ന് വിളിക്ക്. അവക്കൊരു സമാധാനം ആവട്ടെടാ. അവൾക്ക് സമാധാനം കിട്ടണില്ലേ? അവൾ എന്നെ വിളിക്കണം. അതില്ല, അവൾക്ക് ഈഗോ, വാശി. അവള് വാശി കാണിക്കുന്നതിനെ ഒരു കുഴപ്പമില്ല. എല്ലാ തെറ്റും നിന്റെ ഭാഗത്താ. തന്നെ അമി തന്നെ. എല്ലാ തെറ്റും എൻ്റെ ഭാഗത്ത് തന്നെ. ഞാൻ പാഴൂര് എൻ്റെ വല്യച്ഛൻ്റെ അവിടെ നിന്നതും നിങ്ങളെ പരിചയപ്പെട്ടത് എൻ്റെ തെറ്റ്. നിങ്ങളെ മോളെ സ്നേഹിച്ചത് എൻ്റെ തെറ്റ്. അവൾ ഇങ്ങോട്ട് സ്നേഹിച്ചത് എൻ്റെ തെറ്റ്. ഞാൻ അവളെ കല്യാണം കഴിച്ചത് എൻ്റെ തെറ്റ്. 5 പിള്ളേരായത് എൻ്റെ തെറ്റ്. എൻ്റെ മൂത്ത ചെറുക്കൻ ദയവളെ രാഖിരാമൻ അടിച്ചോനെ വന്നത് എൻ്റെ തെറ്റ്. ഇല്ലേ? അത് കാരണം എൻ്റെ ഭാര്യയ്ക്ക് വയ്യാതായി. അതും എൻ്റെ തെറ്റ്. 10 എൻ്റെ തെറ്റിയാണ്. ഒന്നും കൂടെ പറയാ, കേൾക്കാൻ നല്ല രസമുണ്ട്. ഏറ്റവും വലിയ തെറ്റ് എന്താണെന്ന് അറിയാമോ? ദൈ നിൽക്കുന്ന സാധനം. എന്നെ വിഷ്ണു അടിച്ചോണ്ട് വന്നൊന്നും അല്ല. ഞാനും വിഷ്ണുവും കൂടെ ഒരു പരസ്പര ധാരണ ചെയ്തിട്ട് ഒരുമിച്ച് ഇറങ്ങി വന്നതാ. ഓ, കുട്ടിയുടെ സ്ത്രീപക്ഷം കത്തി ഉണർന്ന് കൊള്ളാം. അച്ഛാ, അച്ഛൻ ഉള്ളു വാചക കസർത്തൊന്നും നടത്തണ്ട. അച്ഛന് പറ്റുവാണെങ്കിൽ അമ്മേനൊന്ന് വിളിക്ക്. ഈ ബാലുവേ നെയ്യാറ്റിങ്കര ശൂലംകുടി വീട്ടിലെ മാധവൻ തമ്പിയുടെ മോനാണ്. ആരെ മുന്നിലും തല കുരിക്കൂല. ബാലച്ച കഷ്ടമാണ്. ഞാൻ വേണേ ബാലച്ചന്റെ കാല് പിടിക്കാം. ബാലച്ചൻ പോട്ടെ, നീലമ്മ ഒന്ന് കാണ്. ചെന്ന് കഴിയുമ്പോ നീലമ്മ ഓക്കെ ആവും. ഇത് ഉമ്മ ഞങ്ങളോടുള്ള ദേഷ്യം നീലമ്മയോട് തീർക്കുന്നു. കൊച്ചേ,
ഞാൻ ഒരാളുടെ ദേഷ്യം മറ്റൊരാളുടെ തീർക്കൂല. നീനുവിനെ ഞാൻ ചെന്ന് കാണുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. പിന്നെ അവള് സ്വന്തം കുടുംബം കളഞ്ഞിട്ടാണ് അമ്മേരെ അച്ഛനെ തള്ളി പോന്നിക്കണത്. അവൾക്ക് അവിടെ മനസ്സമാനം കിട്ടുമെങ്കിൽ അവിടെ തന്നെ നിൽക്കിട്ട്. നീനു എൻ്റെ കന്ന് കാല് പിടിക്കണം. എനിക്ക് എത്ര പറയാം, അവൾക്ക് മനസ്സമാനം കിട്ടണമെങ്കിൽ. ഓ പിന്നെ നിന്നെ വന്ന് കണ്ട് സായോജി അടയാനേ നീ ത്രിലോകത്തിന്റെ നാഥനല്ലയോ? ഞാൻ ത്രിലോകത്തിൻ്റെ നാഥനൊന്നുമല്ല, പക്ഷെ എൻ്റെ കുടുംബത്തിൻ്റെ നാഥനാണ്. അതുകൊണ്ട് എന്നെ അവൾ വന്ന് കണ്ട് സായൂജി അടയണേലും ഒരു തെറ്റുമില്ല. ആഹാ, അങ്ങനെയാണെങ്കിൽ ഞാൻ എന്നെ വിളിച്ചു പറയും അച്ഛനെ വിളിക്കാൻ വേണ്ട, ഇങ്ങോട്ടും വരണ്ടാന്ന്. ബാലോച്ച, ഈ ആണുങ്ങളാണ് കുടുംബത്തിന്റെ നാഥൻ എന്ന് പറഞ്ഞൊരു അഹങ്കാരം ഉണ്ടല്ലോ, അത്ര നല്ലൊന്നുമല്ല. ഡേ കൊച്ചേ, നിന്റെ കുടുംബത്തിലെ നിന്റെ മമ്മി ആയിരിക്കും കുടുംബനാഥൻ, അല്ല നാഥ. ഇവിടെ ഞാനാണ് കുടുംബനാഥൻ കേട്ടാ. മാമിയെ നിങ്ങൾ നോക്കിക്കോ, മാമിയുടെ മോള് വന്ന് എൻ്റെ കാല് പിടിക്കും. പിന്നെ ഞാൻ നീനെ പോയി കാണണം. മാമിക്ക് എങ്ങനെ ധൈര്യം വന്നു മാമി എൻ്റെ മുഖത്തേക്ക് ഇത് പറയാൻ? നീനെ പോയി ഞാൻ കാണണം. അയ്യോ നീലു, നീലേ ഞാൻ വന്ന് ഈ കരഞ്ഞതിന് ഞാൻ ഇവിടെ പോവായി. നിന്നെ വിട്ട് ഞാൻ ഇവിടെ പോയി. കരയാ നീ കരഞ്ഞു നിർത്ത്. കരയിപ്പിക്കല്ലേ നീ? പിന്നെ നീലു, ഞാൻ പറഞ്ഞ കേട്ട് നീ കരയല്ലേ? എടി നമുക്ക് ചുറ്റും ശത്രുക്കളാണ്. നമ്മൾ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. നീ ഇതിന് കരയണത്? നീ വൈ ഫോൺ പോയി. ആ ഭയങ്കര കരച്ചില്. നീലു വരുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞോളൂ. ഇപ്പൊ നീ അങ്ങോട്ട് പോണ്ട. എനിക്കെന്റെ ഭാര്യ കണ്ടേ? നീ ഇപ്പൊ വിളിച്ചില്ലേ അവളെ? അത് മതി. എനിക്കെന്റെ ഭാര്യ കണ്ടെന്ന് ഇത്ര നാൾ നീ കണ്ടില്ലല്ലോ. ഇത്ര ദിവസം കൂടെ ചേർത്ത് ഞാൻ ഇപ്പൊ കണ്ടോളാം. നീ ഇപ്പൊ പോണ്ട, അത് മാമൻ ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെ മാമൻ എന്നെ ഇഷ്ടപ്പെടണ്ട, എന്റെ ഭാര്യയ്ക്ക് എന്നെ ഇഷ്ടപ്പെട്ടാൽ മതി. എടാ നിന്നോട് പോകണ്ടെന്നല്ലേ പറഞ്ഞേ? നീ ഇപ്പൊ അങ്ങോട്ട് പോവണ്ട. ഞാനേ ഇന്ന് അങ്ങോട്ട് പോയിട്ട് 2 ദിവസം കഴിയുമ്പോ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അങ്ങനെ വേണ്ട കേട്ടാ. അടവ് കയ്യിലിരിക്കട്ട്. മാമി ഇവിടെ നില്ല്. ഞാൻ പോയി നീലുള്ള കാണട്ടെ ആദ്യം. മാമി എന്തായാലും അവിടെ ഇല്ലല്ല. അപ്പൊ നമുക്ക് രണ്ടും മനസ്സാനം കിട്ടും. അപ്പൊ നമ്മൾ സ്വസ്ഥമായിട്ട് 2 ദിവസം നിൽക്കട്ടെ. നിന്നോട് പോകണ്ടെന്നല്ലേ പറഞ്ഞേ? മാമി കളിക്കല്ലേട്ടാ. മാമീനെ മനസ്സിലിപ്പോൾ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ നമ്മൾ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി മാമി നോക്കിയാണ്. ഇപ്പം നല്ലൊരു അവസരം കിട്ടിയല്ലേ, വച്ചക്ക് പ്രയോഗിക്കുകയാണ്. നോക്കിക്കോ, ഞാൻ കേസ് കൊടുക്കും. എൻ്റെ ഭാര്യയെ വീട്ടിൽ തടങ്കലിലാക്കിയിരിക്കുകയാണ്. എനിക്ക് കാണാൻ എന്നെ കൊണ്ട് കാണാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കേസ് കൊടുക്കും. മാമനെ ജയിലാകും, അഴിയണം ഉള്ള കാര്യം ഞാൻ പറയാം. ഇത്ര ദുഷ്ടത്തിയായി പോലും മാമി, മകളെ അച്ഛൻ പോണേട്ടാ, അമ്മ കഴിഞ്ഞിട്ട് വരാം. പോണേ.